നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിക്കെതിരായ SFIO അന്വേഷണം കർണാടക ഹൈക്കോടതി ശരിവച്ച സാഹചര്യത്തിൽ ആത്മീയാചാര്യനായ ശ്രീ എം തിരുവനന്തപുരത്ത് എത്തിയത് പ്രാധാന്യമുണ്ട് എന്ന മാധ്യമപ്രവർത്തകൻ G ശക്തിധരൻ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ കത്തിക്കയറുകയാണ്. ശ്രീ എമ്മിന് യോഗാ കേന്ദ്രം ആരംഭിക്കാൻ ആക്കുളത്തിനടുത്ത് പാട്ടത്തിന് പിണറായി സർക്കാർ ഭൂമി അനുവദിച്ചിരുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്താണ് ഭൂമി അനുവദിച്ചത്. CPM RSS ചർച്ചയ്ക്ക് മധ്യസ്ഥ വഹിച്ചതിനുള്ള പാരിതോഷികമായാണ് ഭൂമി നൽകിയത് എന്നാണ് ആരോപണം ഉയർന്നത്. 2021 ഫെബ്രുവരി 24 മന്ത്രിസഭാ യോഗത്തിൽ അജണ്ടയ്ക്ക് പുറത്തുള്ള വിഷയമായി പരിഗണിച്ചായിരുന്നു സർക്കാർ തീരുമാനം. പിന്നാലെ ഭൂമി അനുവദിച്ച് റവന്യൂ സെക്രട്ടറി ഉത്തരവിറക്കി. സാങ്കേതിക സർവകലാശാല ആസ്ഥാനത്തിന് സ്വന്തം ഭൂമി എന്ന ആവശ്യം നിരന്തരം ഉയർന്നിട്ടും ഗൗനിക്കാതെയാണ് എമ്മിന് ഭൂമി നൽകിയത് എന്നാണ് ആക്ഷേപം ഉയരുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ശക്തിധരന്റെ ആരോപണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM BJPയും തമ്മിലുള്ള ബന്ധത്തിന്റെ പാലമായാണ് ശ്രീ എം പ്രവർത്തിച്ചിരുന്നത് എന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. അത് ഏറെ കോലാഹലത്തിന് വഴിവെച്ചിരുന്നു. കോൺഗ്രസ് നേതാക്കൾ തന്നെ പത്രസമ്മേളനത്തിലൂടെ എന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും ശ്രീ എമ്മും തമ്മിലുള്ള ബന്ധത്തിന്റെ അന്തർധാരകളും വിവാദം ഉയർത്തിയിരുന്നു. പിണറായി വിജയൻ സമ്മാനിച്ച 7.76 ഏക്കർ സ്ഥലത്ത് പുതിയ കോംപ്ലക്സിന് തറക്കല്ലിട്ട ചടങ്ങായിരുന്നു ഇന്നലെ നടന്നത്. കോൺഗ്രസ് ഉറക്കം നടിക്കുകയാണോ അതോ നിലപാട് മാറ്റമാണോ എന്നതാണ് വ്യക്തമാക്കാനുള്ളത്. എന്തെങ്കിലും ന്യായം കണ്ടെത്തിയേക്കാം എന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുകയാണെങ്കിലും G ശക്തിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ സുപ്രധാന ഭാഗം ഇങ്ങനെയാണ്: എത്തേണ്ട സമയത്ത് ശ്രീ എം എത്തി. തിരുവനന്തപുരത്ത് ആക്കുളത്തിനടുത്ത് കോടികൾ വില വരുന്ന 7.5 ഏക്കർ ഭൂമി LDF സർക്കാരിൽ നിന്ന് കൈക്കലാക്കിയ വിവാദ ആത്മീയാചാര്യൻ ശ്രീ എം തെരഞ്ഞെടുപ്പ് കാഹളം മുഴങ്ങിയപ്പോൾ തന്നെ തിരുവനന്തപുരത്തെത്തി. മുഖ്യമന്ത്രിയുടെ മകൾക്കും മറ്റും എതിരായ സാമ്പത്തിക ആരോപണം കർണാടക ഹൈക്കോടതി ശരിവച്ച സാഹചര്യത്തിൽ ശ്രീ എം തലസ്ഥാനത്ത് എത്തിയതിൽ വലിയ പ്രാധാന്യമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരാണ് ശ്രീ എം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPMഉം BJPയും തമ്മിലുള്ള ബന്ധത്തിന്റെ പാലമായാണ് ശ്രീ എം പ്രവർത്തിച്ചിരുന്നത് എന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. അത് ഏറെ കോലാഹലത്തിന് വഴിവെച്ചിരുന്നു. കോൺഗ്രസ് നേതാക്കൾ തന്നെ പത്രസമ്മേളനങ്ങളിലൂടെ എന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും ശ്രീ എമ്മും തമ്മിലുള്ള ബന്ധത്തിന്റെ അന്തർധാരകളാണ് വിവാദം ഉയരാൻ കാരണം. പിണറായി വിജയൻ സമ്മാനിച്ച 7.76 ഏക്കർ സ്ഥലത്ത് പുതിയ കോംപ്ലക്സിന് തറക്കല്ലിടാൻ ചടങ്ങിനായിരുന്നു ഇന്നലെ നടന്നത്. കോൺഗ്രസ് ഉറക്കം നടിക്കുകയാണോ അതോ നിലപാട് മാറ്റമാണോ എന്നതാണ് വ്യക്തമാകേണ്ടത്. എന്തെങ്കിലും മുട്ടുശാന്തി ന്യായം കണ്ടെത്തിയേക്കും എന്നും വ്യക്തം. ശ്രീ എമ്മിന്റെ സഹഗ ഫൗണ്ടേഷൻ യോഗ റിസർച്ച് സെന്റർ സ്ഥാപിക്കാൻ അനുവദിച്ച 4 ഏക്കർ ഭൂമി പ്രതിവർഷം 34.96 ലക്ഷം രൂപയ്ക്കാണ് പാട്ടത്തിന് നൽകിയത്. തിരുവനന്തപുരം താലൂക്കിലെ ചെറുവയ്ക്കൽ വില്ലേജിൽ ഹൗസിംഗ് ബോർഡിന്റെ സ്ഥലമാണ് പാട്ടത്തിന് നൽകിയത്. 15 ഏക്കറിനാണ് ഫൗണ്ടേഷൻ അപേക്ഷ നൽകിയത്. ഹൗസിംഗ് ബോർഡിന്റെ കൈവശമുള്ള 7.5 ഏക്കറിൽ 2 ഏക്കർ UAE കോൺസുലേറ്റ് വിദേശ ഭവൻ എന്നിവയ്ക്ക് ഫെബ്രുവരി 5 നൽകിയിരുന്നു. ഒരു 6ന് 10.8 ലക്ഷം രൂപ നിരക്കിൽ 17.48 കോടി രൂപയാണ് സ്ഥലത്തിന് വില കണക്കാക്കിയത്. ഇതിന്റെ 2% പ്രതിവർഷം പാട്ടത്തുകയായി നൽകേണ്ടത്. റവന്യൂ വകുപ്പിന്റെ നോട്ടില്ലാതെ ഔട്ട് ഓഫ് അജണ്ടയ്ക്കാണ് മന്ത്രിസഭാ യോഗം തീരുമാനം എടുത്തത്. എന്തായാലും ശ്രീ എം എന്തിനു വന്നു എന്ന ഒരു ചോദ്യം ഇപ്പോഴും നിഴലിക്കുകയാണ്. എന്തായാലും ശ്രീ എമ്മിന്റെ കാർമ്മികത്വത്തിൽ പിണറായി വിജയൻ RSSന്റെ കേരളത്തിലെ ഉന്നത നേതാക്കളുമായി അതീവ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്ന എക്കണോമിക് ടൈംസിന്റെ ന്യൂഡൽഹി ലേഖകൻ കൂടിയായ മലയാളിയുമായ ദിനേശ് നാരായണൻ രചിച്ച ദ RSS ആൻഡ് ദ മേക്കിംഗ് ഓഫ് ദ ഡീപ് നേഷൻ എന്ന പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. ഈ ചർച്ചകൾക്ക് പിന്നാലെയാണ് സംസ്ഥാനത്ത് പൊടുന്നനെ CPM RSS സംഘടനകൾ അവസാനിച്ചെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. എന്തായാലും നിലവിൽ CM എത്തിയത് ശ്രീ എം CMനെ കാണാൻ എന്തിനെത്തിയെന്ന ചോദ്യം വളരെ ശക്തമായി തന്നെ ഉയരുകയാണ്.